നമസ്കാരം, നരമ്പുലാപ്പറ്റയാണ്. ഞാനിന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, മഴ ഉണ്ട്. ഇപ്പോൾ നന്നായിട്ടൊരു മഴ പെയ്തുള്ളൂ. ആ മഴയൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. ഞാൻ ഇവിടെ പൊമ്പറ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. നമ്മുടെ പേജിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയ ടീച്ചറും കുട്ടികളൊക്കെ ഒരു വീട്ടിൽ കൂടിയിട്ടുണ്ട്. പൊമ്പറ ഒരു റിയ എന്ന് പറയുന്ന നന്നായിട്ട് പാടാൻ കഴിവുള്ള ഒരു കുഞ്ഞിൻ്റെ വീട്ടിൽ ഇന്ന് അവരെല്ലാവരും സെറ്റാണ്. അപ്പോൾ ഞങ്ങനെ വരാം, എനിക്ക് റിയയുടെ കുറച്ച് പാട്ടുകൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു നോക്കുമ്പോൾ അപ്പോൾ ശരി, ടീച്ചറും വരാം, നമ്മുടെ സൗമ്യ ടീച്ചറും വരാം, പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫൈസൽ മാഷും ഉണ്ട് പൊമ്പറ സ്കൂളിൽ തന്നെ. അപ്പോൾ അവർ റിയയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. നല്ല മഴ സമയമാണ്, അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, സംശയമൊന്നുമില്ല. എന്തായാലും നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടണം. നിങ്ങളെപ്പോലുള്ള നമ്മുടെ ഉറ്റ ചങ്ങാതികൾ, നമ്മുടെ സഹോദരങ്ങൾ ഈ കുട്ടികളെയൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ കൂടെ നിൽക്കണം. അറിയാലോ, ഞാൻ വ്ളോഗൊക്കെ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം, അറിയാം, കാണാം. ഓക്കെ, ബൈ. ഇതാണ് റിയയുടെ വീട്. റിയയുടെ വാപ്പ കൂലിപ്പണിക്കാരനാണ്, ഉമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ഒരു ചെറിയ കുഞ്ഞ് വാർപ്പ് വീടാണ്, RC വീടാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ പരിസരങ്ങളിലൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഇതാ മുകളിൽ ഉണ്ട് വീട്. അവിടുത്തെ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഭാഗങ്ങളിലുള്ള എല്ലാവരും അത്യാവശ്യം നല്ല കലാകാരന്മാരാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. ഇന്നിപ്പോൾ എന്തായാലും റിയയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. റിയയുടെ വിശേഷങ്ങളും ഒപ്പം സൗമ്യ ടീച്ചറും പിന്നെ ഒരു കൊച്ചു ഗായകനും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. എന്തായാലും അവരിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം ഈ വീഡിയോ, നമ്മുടെ ഈ വീഡിയോ വ്ളോഗ് നിങ്ങൾ കണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. നമുക്ക് നമ്മുടെ അവിടെ നിന്ന് പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം ആരാ പാടുന്നതെന്ന്. എന്താ ഞാൻ വരുമ്പോഴേക്ക് പാട്ട് നിർത്തി? ആരാ പാടി? അതെ, ഇതാണ് നമ്മുടെ ഫൈസൽ മാഷ്. നമുക്ക് സ്കൂളിൽ പോയ സമയത്ത് നല്ല ഒരു സപ്പോർട്ടും കാര്യങ്ങളും തന്ന ഒരാളാണ്. ലൈവ് ഒന്നല്ല. അപ്പോൾ എന്തായാലും അദ്ദേഹം ഇന്ന് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൗമ്യ ടീച്ചർ, ഇതാണ്ട നമ്മുടെ വൈറൽ താരം. പിന്നെ റിയാമോളുടെ പാട്ട് ഇന്ന് ഇട്ടിട്ടുണ്ട്, ലോക സംഗീത ദിനമല്ലേ. അപ്പോൾ എന്തായാലും പാട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. കുറച്ച് ആളുകളൊക്കെ കണ്ടു, കുറേ ഷെയർ വന്നിട്ടുണ്ട്. എന്തായാലും ടീച്ചർക്കും കുട്ടിക്കും നല്ല സപ്പോർട്ടാണ് നമ്മുടെ പേജിലൂടെ കിട്ടുന്നത്. ഇനി അടുത്തത് ഒരു ഗായകനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഇടാണ്ട് ഞാൻ ഇട്ടിട്ടില്ല, പിന്നെ ഒരു ദിവസം ഇടാന്ന് വെച്ചിട്ടാണ്. എന്താ മോൻ്റെ പേരെന്താ പറഞ്ഞു? അഭിനവ് കൃഷ്ണ അല്ലേ? അഭിനവ് കൃഷ്ണ. ഇവിടെ പൊമ്പറ തന്നെയല്ലേ? അപ്പോൾ എന്തായാലും ഇവരെയൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം, ഇവരുടെ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കാം, വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. എന്തായാലും റിയയുടെ വീട്ടിലാണ് നമ്മൾ. റിയയുടെ വാപ്പയില്ല, വാപ്പ അവിടെ പണിക്ക് പോർക്കാണ്, ആൾ കൂലിപ്പണിക്കാരനാണ്. അവരുടെ കൂടെയുള്ളവരാണ് അനിയത്തിക്കുട്ടി. നിങ്ങളെ കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ? ബുദ്ധിമുട്ടാണോ? ശരി, വേണ്ട. ഇവിടെയുള്ള കുട്ടികളാണ്, അടുത്തുള്ളതാണ്. ഇതാണ് റിയയുടെ കുഞ്ഞനിയത്തി. ഇനിയിപ്പോൾ ഒരു കാക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് കണ്ടില്ല, ഇവിടെ ആളില്ല. പിന്നെ റിയയുടെ ഉമ്മ ഉണ്ട് അവിടെ, ആള് ക്യാമറയിലേക്ക് വരുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാ കണ്ടില്ലേ, നമ്മുടെ സൗമ്യവതിയായ സൗമ്യ ടീച്ചറും കൊച്ചുമിടുക്കിയായിട്ടുള്ള റിയയും. മോനെ വിടാ ഹലോ. അഭിനവ് കൃഷ്ണ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്നിച്ച് കൂടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഇതിന് കാരണക്കാർ ശരിക്കും നിങ്ങളാണ്. കാരണം നിങ്ങൾ തന്ന സപ്പോർട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇറങ്ങി തിരിച്ചത്. അങ്ങനെ നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് കലാകാരന്മാരെ നമ്മുടെ പേജിലൂടെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ ഹാക്ക് ചെയ്ത പേജിലൂടെയും ഒത്തിരി കലാകാരന്മാരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അവരിൽ ഒരുപാട് പേര് ചാനൽ ഷോയിലൊക്കെ പങ്കെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. അതേപോലെ എൻ്റെ ഈ റിയ കുട്ടീനെയൊക്കെ ഒന്ന് എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സ്റ്റാർ സിംഗറിലൊക്കെ എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ അമൃത, റെഡ് കാർപ്പറ്റ് തുടങ്ങിയ ചാനൽ ഷോയിലൊക്കെ എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതിലപ്പുറം ടീച്ചറെയും എവിടെയെങ്കിലൊക്കെ ഒന്ന് എത്തിച്ച് അടങ്ങുക എന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത്രയും നല്ല കലാകാരന്മാരും കലാകാരികളൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ കണ്ടെത്തുകയാണ് തീർച്ചയായിട്ടും. അവർക്കൊക്കെ പിന്നീട് നമുക്ക് തന്നെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കലാകാരികളും കലാകാരന്മാരും കൊച്ചു ഗായകന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്തരം വീഡിയോകൾ ചെയ്യാൻ കഴിയുന്നത്. എന്തായാലും
ഇവരെ വിശേഷങ്ങളും ഇവരെ പാട്ടുകളൊക്കെ നമ്മൾ ഒന്നിച്ചല്ലെങ്കിൽ കൂടി പാർട്സായിട്ടും നമ്മൾ ഇടും. അപ്പോൾ ആ സമയത്തൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഷെയറാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം. കാരണം ഷെയർ ചെയ്യുമ്പോഴാണ് കുറേ ആളുകളിലേക്ക് അത് എത്തുള്ളൂ. അപ്പോൾ ടീച്ചർക്കൊക്കെ നല്ല സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 10,450 ഷെയർ ഈ സമയം കൊണ്ട് എത്തി. 40,000-ൻ്റെ മുകളിൽ 1,50,000 ആവാൻ പോവുകയാണ്. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ഇന്നും നാളെയൊക്കെ ആയിട്ട് അത് ലക്ഷങ്ങളുടെ മുകളിൽ പോകുമെന്നുള്ളത്. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കാരണം തന്നെയാണ്. ഞാനെന്ന കലാകാരന് കിട്ടുന്ന സപ്പോർട്ട് തന്നെയാണ് എന്നിൽ നിന്ന് ഇവർക്കൊക്കെ കിട്ടുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ദൈവാനുഗ്രഹം. കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇത്തരം ആളുകളെ ഇനിയും പരിചയപ്പെടുത്താൻ ഞാൻ വരും. നിങ്ങൾക്കറിയാം, മറ്റുള്ള വ്ളോഗർമാരെ പോലെ ഒന്നല്ല ഞാൻ. എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. എന്നാൽ കഴിയുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതിന് നിങ്ങളെ സപ്പോർട്ടും തരുന്നുണ്ട്. എന്തായാലും നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവാം. പ്രിയമുള്ളവരത് നമ്മുടെ റിയമോള് ഒക്കെ വാങ്ങിയിട്ടുള്ള ഷീൽഡാണ്. പഠിക്കാനും മിടുക്കിയാണ് ആൾ. കലാകാരി എന്നുള്ള ലെവലിൽ തന്നെ ഒപ്പം പഠിക്കാനും മിടുക്കിയാണ്. കണ്ടില്ലേ, LSSൻ്റെ വിന്നറാണ്. അങ്ങനെ കലാപ്രതിഭയ്ക്കുള്ള കേരള സ്കൂൾ കലോത്സവം ജില്ലാതല വിജയി. പാഠ്യേതര വിഷയങ്ങളിലെ മികവിന്. അങ്ങനെ ഒത്തിരി ദേശഭക്തി ഗാനാലാപന മത്സരം, RF സംഘം, പഞ്ചായത്തിൻ്റെ ഉണ്ട്, കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടിയ ഒരു കുട്ടിയാണ്. എന്തായാലും ഇതുപോലൊരു മോളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും ഇനി അവരുടെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ പ്രിയമുള്ളവരെ, റിയ, നമുക്ക് ചോദിക്കാം, വിശേഷങ്ങൾ ചോദിക്കാം. ഒപ്പം ഏതെല്ലാം പാട്ട് പാടണമെന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടിയുടെ പാട്ടിനൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കാം. അപ്പോൾ എന്തെല്ലാം വിശേഷങ്ങൾ തോന്നുന്നുണ്ട്? ഇന്ന് ക്ലാസ്സില്ല, ശനിയാഴ്ച അല്ലേ? നന്നായി പഠിക്കുന്നുള്ളത് മനസ്സിലായി. ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മൊമെൻ്റോസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ. മിടുക്കത്തിയാണ് മൊത്തത്തിലല്ലേ? ചന്തക്കുട്ടിയാണ്, ഒപ്പം മിടുക്കത്തിയാണ്, നല്ല കലാകാരിയാണ് അല്ലേ? അത് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗാനം, നല്ല ഫീലിങ്സ് ഉള്ളൊരു ഗാനം. ധൈര്യമായിട്ട് പഠിക്കും. ഇതിൽ ബ്ലൂടൂത്തിൽ അത് പിടിച്ചോ. ചിരിച്ച് പ്രേക്ഷകരിങ്ങനെ കണ്ടുവിടുമ്പോൾ ലൈക്ക് ചെയ്യണം തോന്നുന്നു കേട്ടാ. നന്നാളിലും കണ്ണീരിലും ഒന്നായി നാമെന്നും കണ്ണോട് കണ്ണായിടാ മെയ്യോട് മെയ്യായിടാ കാതോരം പാടിയോ അനുരാഗം തേടിയോ മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ കണ്ണോട് കണ്ണായിടാ മെയ്യോട് മെയ്യായിടാ. ഇപ്പോഴത്തെ ഹിറ്റ് ചാർട്ടിൽ നിൽക്കുന്നൊരു ഗാനമാണ്. ഒരുപാട് റീൽസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലേ? പിന്നെ ഏതൊക്കെ പാട്ടുകൾ അറിയാം? വേറെ കുറേ അറിയാം. എനിക്ക് വയ്യ, ഒന്ന് തകർത്ത് നമ്മൾ അല്ലേ? ഒരു ചെറിയൊരു കുട്ടിയാണ്, കണ്ടില്ലേ? എത്രയാ പാട്ടുകളെ കുറിച്ചും നല്ല അറിവും കാര്യങ്ങളും, അതുപോലെ തന്നെ എത്ര ഭാവമായിട്ടാണ് പാടുന്നത്. ഫീല് എനിക്കെന്നാ ഒറ്റ ഒരു നാടൻ പാട്ടിൽ തന്നെ മനസ്സിലായി ഈ കുട്ടിക്ക് പാട്ടിലൊരുപാട് ഉയരാൻ കഴിയുന്നു, അതിലൊരുപാട് എന്താ പറയുക, നല്ല ഫീലോട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സൗമ്യ ടീച്ചറെയൊക്കെ വിളിച്ച് ഇത് സെറ്റ് ചെയ്തത്. എന്തായാലും അവളെ നമുക്ക് നല്ല പ്ലാറ്റ്ഫോമിൽ എത്തിക്കണം. എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം. ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഇതിൽ ഞാനുണ്ടായില്ല, ഞാൻ അവളെ ഒറ്റയ്ക്ക് മാത്രം നിർത്തിക്കൊണ്ട് പാടാം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ തുള്ളികളായി കണ്ട നേരം കൊണ്ട
മിന്നലായി മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ ജീകം തങ്കം പാതി മണ്ണ് മലബാറിൽ പണ്ടാകണം വെള്ളൂടൽ പടവടിവോടെ ഗമജക പടർ കൊടുമിൻറെ മുറക്കാരമില്ല ബെറിനിറക്കി ബെറിറ പേറി ചോര ദേശാമർ പാതിപ്പര് മാതതില്ല ചാതിപ്പര് വെള്ളക്കാർ തളർത്തോളിപ്പോര് കഹ കൊലകുത്തും കലമ്പലും ചോറ് തക്കം പടവുള്ളവ മുന്തിരന്തിരങ്കി മെലങ്കി കെങ്കേ മമാലിനി ഗുണചുണ തണതമാ തമഗമ സുമ്മാമല്ലിമ്മണിയും മലബാറിലെ ചേതി പൊരുൾ വിരുത്താ ജീകം തങ്കം പാതി മണ്ണ് മലബാറിൽ പണ്ടാകണം വെള്ളൂടൽ പടവടിവോടെ ഗമജക പടർ കൊടും ഇംഗ്ലണ്ട് മുറക്കാരമില്ല ബെറിനിറക്കി ബെറിറ പേരി ബെറിനിറക്കി ബെറിറ പേരി. നമ്മുടെ റിയാമോളുടെ ഒരു നാടൻ പാട്ട് കൂടി കേൾക്കാം. മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ പാട്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം മണിച്ചേട്ടൻ്റെ ഒരു പാട്ടാണ് പാടുന്നത്. എന്തായാലും ഈ കലാകാരന്മാരൊക്കെ കൂടുതലും മണിച്ചേട്ടന്റെ ആരാധകരായിരിക്കും, അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഞാനും അത്തരത്തിൽപ്പെട്ട ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടാൻ ശ്രമിക്കാറുമുണ്ട്. എന്തായാലും നമുക്ക് റിയമോള് പാടുന്നത് കേൾക്കാം. മോളൊന്ന് ഉറക്കം പാടണം. ഓക്കെ. പട്ടു പട്ടു മെയ്യടി തൊട്ടു തൊട്ടു പാറടി മുട്ടു മുട്ടു പൂവടി ചുട്ടു ചുട്ടു തേനടി ചെറുതാരിളം കിളി തളിരിളം കിളി താമര കിളിയേ ഇനി ഞാൻ നിനക്കൊരു മാലയും കൊണ്ട് തൊട്ടേതകത്തോ കുഴിയാന മകളം ചെണ്ട ചെന്നിലെ ആലവട്ടവുമായി ഉന്ന നാടറിയണ വേലിവട്ടകം തൊട്ടേതകത്തോ അല്ലിക്കൊടിയേ ചെലക്കുടമേ കുറുമ്പ് ചക്കര കുത്തില് കുത്തിലിട്ടാ വളക്കിലക്കണ കുഞ്ഞോളെ ചിരി പൊഴിക്കണ മുത്തോളെ വഴിയരികില് പൂത്തു നിൽക്കണ പൊന്നാരെ തനിച്ചിരിക്കണ നേരത്തിൽ അടുത്തു വന്നവനാരാണ് അവനൊരിക്കൽ ചൊന്ന കാര്യമെന്താണ്?